നമസ്കാരം. ജോൺ വാളൂക്കാരൻ? അതെ, ഞാൻ തന്നെ. വരൂ. വരൂ. ഞാൻ കുരുവിള, നാട് കോട്ടയം. ഇത് സണ്ണി, നാട്ടിൽ പാലായില. മിസ്റ്റർ രാമസ്വാമി പാലക്കാടാണ്. ഹലോ, ഇത് എന്റെ ഭാര്യ. വണക്കം, ഞാൻ മിസ്സിസ് കുരുവിള. നാട്ടിൽ നിന്ന് വന്നിട്ട് വർഷങ്ങൾ കുറയായി. മോളെവിടെ? ഇവിടെ ഇല്ലേ? ഉണ്ടായിരുന്നു. രാവിലെ കുട്ടിയും കൊണ്ട് പുറത്തു പോയതാ. പർച്ചേസിങ്ങിനോ മറ്റോ ആണ്. ഈ കുട്ടി മൂത്ത മകളുടെയോ മകന്റെയോ? എനിക്ക് മകനും മകളും എല്ലാം കൂടി ഒരാളെ ഉള്ളൂ. അപ്പോ ഈ സാന്ദ്ര വാളൂക്കാരൻ? സാന്ദ്ര വാളൂക്കാരൻ അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. ഇതാണ് ആ കുട്ടി. ഇത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്താണ്. ഇങ്ങനൊരു കുട്ടിയെ ഞാൻ അറിയത്തേയില്ല. ഇതാ. സോറി. നമുക്ക് നാളെ കൂടി ഒന്ന് അന്വേഷിക്കാം. എന്തിനാ? ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ പറഞ്ഞ കേട്ടില്ലേ? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സാന്ദ്ര വാളൂക്കാരൻ എന്ന പേരിൽ ആരും അവിടെ പഠിച്ചിട്ടില്ല എന്ന്. പിന്നെ ആരാ സണ്ണിച്ച അവള്? എന്താ അവളുടെ മോട്ടീവ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ. ഒരു ദുസ്വപ്നം പോലെ സാന്ദ്ര വാളൂക്കാരൻ, എല്ലാം വിശ്വസിച്ച നിഴൽ പോലെ ഞാനും. സണ്ണി സാർ ഇങ്ങനെ നെർവസ് ആകരുത്. നമുക്ക് തെരഞ്ഞു പിടിക്കാം ആ കുട്ടിയെ. അച്ഛാ, പെണ്ണിന്റെ ഏട്ടത്തി ഈ അടുത്ത കാലത്ത് ഒരു ചൈനക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതറിഞ്ഞപ്പോ നമ്മൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചു. അമ്മച്ചിയെ വിളിച്ച് അങ്ങനെ പറഞ്ഞേക്ക്. ഹലോ, കുരുവിള കുഞ്ഞാ, എന്തേ സണ്ണിച്ചൻ? കൊടുക്കാം. ആ സണ്ണിച്ചടാ, നിന്റെ ശബ്ദം എന്താടാ മോനെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഒരു ജലദോഷം. പിന്നെ നീ മന്ത്രകോടി വാങ്ങണ്ട, ഇവിടെ പെങ്ങന്മാരെല്ലാരും കൂടി പോയി വാങ്ങ. ഇത് ഞാനാ ശോശാമ്മ. നിങ്ങൾ പെണ്ണിനെ കൊണ്ടുവന്നാ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കണം. ഞങ്ങൾക്ക് 4 പെങ്ങന്മാർക്കും കൂടി ഒരു നാത്തിലല്ലേ ഉള്ളൂ. ആ, അമ്മച്ചിനെ കൊടുക്കാം. നിങ്ങൾ എന്ന് വരുമടാ മോനെ? ഏതായാലും നിന്റെ മിന്നുകെട്ട് കണ്ടിട്ട് കണ്ണടയ്ക്കാമെന്ന എന്റെ മോഹം കർത്താവ് തമ്പുരാൻ സാധിച്ചു തന്നു. ആ ശരി. നാട്ടി വന്ന് മണവാട്ടി വേഷം കിട്ടാൻ വാടകയ്ക്ക് ആരെങ്കിലും കിട്ടും ഇവിടെ? ഇത് എന്തു വേണമെങ്കിലും കൊടുക്കാം, എന്തും. നാട്ടിലെ കല്യാണം കാണാൻ നാളുകൾ എണ്ണി കഴിയുന്നവരുടെ മുമ്പിൽ മിന്നു കെട്ടാനൊന്ന് നിന്ന് നിന്നാ മതി. Oh
എന്താ ചേച്ചി? ഒന്നുമില്ല. സാന്ദ്ര What do you want? സാന്ദ്ര വാളൂക്കാരൻ സാന്ദ്ര ഇപ്പൊ ഇങ്ങോട്ട് വന്ന ആ ഇരിക്കു സർ. ഇതെന്റെ ഫാദർ ഐപ്പ് ഫെർണാണ്ടസ്. ഇതെന്റെ പുതിയ ബോസ് സണ്ണി പാലോമറ്റം. ഹലോ, നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെ പറ്റി മോള് പറഞ്ഞായിരുന്നു. ഞാൻ നിങ്ങളുടെ ഫീൽഡിലായിരുന്നു. എല്ലാം പോയി. പപ്പ, ഇതെന്റെ അനിയത്തി സുകന്യ ഐപ്പ്. 31 സകലകലാ വല്ലഭയാ. പെയിന്റിംഗ്, മ്യൂസിക്, കവിത, അങ്ങനെ. ആ ചേച്ചി വെറുതെ എനിക്കൊരു കോംപ്ലിമെന്റ് തരുവാ. ഈ പറഞ്ഞതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരി വരുന്നില്ല. വരൂ സർ, മമ്മായി കാണാം. സർ, മമ്മ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പുതിയ ബോസിന്റെ കാര്യം. ഇദ്ദേഹം ഞങ്ങൾ ഈ വഴി വന്നപ്പോ വെറുതെ ഇവിടെ ഒന്ന് കയറാന്ന് വെച്ചു. മലയാളികൾ വീട്ടിൽ വരുന്നത് മമ്മയ്ക്ക് വലിയ ഇഷ്ടാ. മരിക്കും മുമ്പ് നാട്ടിൽ പോണെന്നുള്ളതാ മമ്മയുടെ മോഹം. ഇവിടെയുള്ള എല്ലാവരും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കാര്യത്തിൽ വലിയ സമ്പന്നരാ. വാ. സത്യം പറയടേ, നീ ആരാ? ആർക്ക് വേണ്ടിയാ നീ നാടകം കളിച്ചേ? ഞാൻ അലീന ഐപ്പ്, സിംഗപ്പൂർ നഗരത്തിലെ കോൾ ഗേളുകളിൽ ഒരുവൾ. ബിസിനസ് മാഗ്നറ്റുകളുടെ കിടക്ക പങ്കിട്ട് കോടികളുടെ രഹസ്യം എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്ന സ്പൈ ഗേൾ. ഒറ്റ കൊടുക്കുന്നവരോട് അടുക്കാറില്ല. മനസ്സുകൊണ്ട് ഇവിടെ എന്നോ എപ്പോഴും അടുത്തുപോയി. അപ്പന്റെ ശവം തെമ്മാടിപ്പറമ്പിലടക്കിയ കഥ പറഞ്ഞ ദിവസം, എല്ലാം മറക്കാനെന്ന പോലെ നിങ്ങൾ എന്നെ അനുഭവിച്ച ദിവസം ഞാൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു. നിങ്ങളെ എനിക്ക് ചതിക്കാനാവില്ലെന്ന്. എന്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ആരാ നിന്നെ ഏൽപ്പിച്ചത്? മുഹമ്മദ് അലി, അയാളുടെ ബോസ് ചൈനക്കാരനും ചേർന്ന് എനിക്ക് $50,000 ഓഫർ ചെയ്തു. സീസൈറ്റിലെ 5 സ്റ്റാർ ഹോട്ടലിന് നിങ്ങൾ കൊടുക്കുന്ന ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുക്കുന്നതിന് പ്രതിഫലമായി 25,000 ഞാൻ അഡ്വാൻസ് ആയി വാങ്ങി. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ടെൻഡർ എമൗണ്ട് എത്രയാണെന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ നിങ്ങളെ എനിക്ക് ഒറ്റ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ കൊടുക്കാമെന്ന് നീ എന്തിനെ വെറുതെ മോഹിപ്പിച്ചു? വെളുപ്പാങ്കാലത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന ആർത്തി പിടിച്ച് നിനക്കെന്നെ ചതിക്കാമായിരുന്നില്ലേ? നാട്ടിൽ പള്ളിമുറ്റത്ത് ഒരു കല്യാണ പന്തൽ ഉയരുകയാണ്. അച്ചടിച്ച ക്ഷണക്കത്തുകളുമായി എന്റെ അമ്മയും പെങ്ങന്മാരും വീട് തോറും കയറിറങ്ങി ആളുകളെ ക്ഷണിക്കുകയാണ്. അവരെ ഞാൻ എന്ത് കഥ പറഞ്ഞ് സമാധാനിപ്പിക്കും? സോറി. നിങ്ങൾ കല്യാണം തീരുമാനിച്ച രാത്രി ഞാൻ എല്ലാ സത്യവും പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് ഞാനും വ്യാമോഹത്തിന്റെ ഒരു സുന്ദര സ്വപ്നം കണ്ടുപോയി. പൂത്തലപ്പാവും കല്യാണ ബൊക്കയും പിടിച്ച് പാലമറ്റത്തെ പടി കയറി വരുന്ന ഒരു പെണ്ണിന്റെ രൂപം. വെറുതെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കോൾ ഗേളിന്റെ പകൽ സ്വപ്നം. നിനക്കൊരു സ്വപ്നം പോലെ മറക്കാം. സക്സസ് ആകാതെ പോയൊരു അറ്റംപ്റ്റ്. നിന്റെ കുമ്പസാരോ ഏറ്റുപറച്ചിലൊക്കെ കഴിഞ്ഞില്ലേ? നീ എന്റെ കുടുംബജീവിതം തകർത്തില്ലേ? ഇനി നിനക്ക് എന്ത് വേണം? കടന്നു പോ എന്റെ മുമ്പിൽ നിന്ന്. കടന്നു പോവാൻ. എവിടെ ടെൻഡർ എമൗണ്ട്? അവന്റെ കൂടെ കിടന്ന് സൂഹിക്കാനല്ല ഞങ്ങൾ നിനക്ക് പണം തന്ന അവന്റെ അടുത്തേക്ക് അയച്ചത്. എത്രയാണ് ടെൻഡർ എമൗണ്ട് പറയാൻ?
നീ പറയില്ലല്ലേ? നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചോളാം.